ടൂറിസം മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും ശക്തിപ്പെടും. അങ്ങനെ ശക്തിപ്പെട്ടാൽ വരുന്ന 20-25 കൊല്ലം കൊണ്ട് ലോകത്തിലെ വികസിത നാടിന്റെ ഒപ്പമോ അർദ്ധ വികസിത നാടിന്റെ അപ്പുറമെത്താനോ കഴിയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി നാടായി ഈ കേരളത്തെ മാറ്റിയെടുക്കാനാവുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ കയറിക്കോണ്ട്, നിനക്ക് റെഡി ഞാൻ പറയാം, അപ്പോഴേ വലിഞ്ഞു കയറാവും. ഇത് പിള്ളേരേളി അല്ല. ഈശ്വരോ, ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ ഇത് നമുക്കിന്ന് പോണ്ടേന്നോ? നിക്ക് എവിടെ പോണോ ഇത്ര അത്യാവശ്യപ്പെട്ട്? അപ്പൊ പിന്നെ ഈ വികസനമൊക്കെ ആര് കാണും? ഒരു 5 മിനിറ്റ് സഹിച്ചിരിക്കണേ. എന്നിട്ട് ഈ വികസനമൊക്കെ കണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് പിരിയാം. ഇത് കരമന കളിയിക്കവള ദേശീയപാതയിലെ പള്ളിച്ചലിലുള്ള നടപ്പാതയാണ് നിങ്ങൾ കാണുന്നത്. നടപ്പാത അനധികൃതമായി കയ്യേറി ഒരു സംഭവവും ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. ഇതാരും കയ്യേറിയതല്ല. ഇവിടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ മിക്കവാറും വാവാ സുരേഷിനെ പറ്റൂ. അത്രയ്ക്ക് വികസനമാണ് ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങൾ. ആരാണ് ഇവിടുത്തെ ഭരണസമിതി എന്ന് അറിയാൻ വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം, റോഡിലിറങ്ങി ഈ വികസനം ഒന്ന് വ്യക്തമായിട്ട് കണ്ടാലോ? അതല്ലേ അതിൻ്റെ ഒരു ഭംഗി. എന്നാലല്ലേ അത് പൂർണ്ണതയിലെത്തുള്ളൂ, അല്ലേ? അടുത്ത വികസനം പാറശാലയിലെ കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ മുമ്പിലുള്ള വികസനമാണ്. അതാണ് വികസനം, ഒന്നൊന്നര വികസനം. കണ്ടോളി. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് ഏതെങ്കിലും തമിഴ്നാട്ടിലെ ആക്രി അണ്ണാച്ചിക്ക് കൊടുത്തിരുന്നെങ്കിൽ KSRTC ജീവനക്കാരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ പൈസയെങ്കിലും കിട്ടിയേനെ, അല്ലേ? ഇതൊക്കെ കാണുമ്പോഴാണ് പഴയ ഒരു അശരീരി കാതിലിങ്ങനെ മുഴങ്ങി കേട്ടോണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഒരു നില മെട്രോ, മേലെ നില കേരയിൽ, ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ മെട്രോ, കേരയിൽ, വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്.